മഞ്ഞു പെയ്യും രാവിൽ മാംസമായ വചനമേ, മാനവർ നിന്റെ ക്ഷാനാമം വാഴ്ത്തിടുന്നു മോദമായി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ക്രിസ്മസ് എന്നും ഒരു ആവേശമാണ്. ഓരോ ക്രിസ്മസും നമുക്ക് സമ്മാനിക്കുന്ന കുളിർമയുള്ള ചില ഓർമ്മകളുണ്ട്. വേനലിനു ശേഷം ക്രിസ്മസ് നാളിലേക്ക് അടുക്കുമ്പോൾ രാവിലകളിൽ വീശുന്ന ആ തണുത്ത കാറ്റ് ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും ഹൃദയത്തിനുമെല്ലാം ഒരു കുളിർമ തന്നെയാണ് സമ്മാനിക്കുന്നത്. തണുപ്പത്ത് മൂടിപ്പൊതച്ച് 25 ദിവസവും പള്ളിയിൽ പോയി കൊച്ചു കൊച്ചു സുഗന്ധങ്ങൾ അനുഷ്ഠിച്ച് ഉണ്ണീശോയ്ക്ക് വന്നു പിറക്കാൻ ഹൃദയത്തിൽ ഇടമൊരുക്കുവാനുള്ള നിഷ്കളങ്കമായ ചില പരിശ്രമങ്ങൾ. 1000 ഹൃദയത്തിൽ ഉണ്ണി പിറന്നാലും നിന്റെ ഹൃദയത്തിൽ പിറന്നില്ലെങ്കിൽ ആ ക്രിസ്മസ് വെറുതെയാണ്. ഒരുപാട് തവണകളായി നാം കേട്ടിട്ടുള്ള ഒരു വാക്യം. എന്നാൽ ചോദ്യം ഇതാണ്: നിന്റെ ഹൃദയത്തിൻ്റെ ഏതു ഭാഗമാണ് ക്രിസ്തുവിന് പിറക്കുവാനായി നീ ഒരുക്കി വെച്ചിരിക്കുന്നത്? കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഒരു ഷോർട്ട് ഫിലിം കാണാനിടയായി. ആ ഫിലിമിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയത്തിൻ്റെ വടക്കേ കിഴക്കേ അറ്റത്ത്. ഒരു വൈദികനെ പ്രണയിച്ച പെൺകുട്ടിയുടെ കഥ. എന്നാൽ എന്നെ ഏറെ സ്വാധീനിച്ചത് ഈ ഷോർട്ട് ഫിലിമിൻ്റെ പേരാണ്, എൻ്റെ ഹൃദയത്തിൻ്റെ വടക്കേ കിഴക്കേ അറ്റത്ത്. ആ പെൺകുട്ടിയുടെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ ഹൃദയത്തിൻ്റെ വടക്കേ കിഴക്കേ അറ്റത്ത് ആ വൈദികനൊരു സ്ഥാനം ഉണ്ടായിരിക്കുമെന്ന് പെൺകുട്ടി ഈ കഥയിൽ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നാൽ ഈ ടൈറ്റിലിലേക്ക് വരുമ്പോൾ എന്നെ സ്വാധീനിച്ചത്, നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിൻ്റെ ഇടം പലർക്കായി നാം വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൃദയത്തിൻ്റെ വടക്കേ അറ്റത്തും കിഴക്കേ അറ്റത്തും തെക്കേ അറ്റത്തുമൊക്കെ ആർക്കെങ്കിലുമൊക്കെ നാം സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. എന്നാൽ ഹൃദയത്തിൻ്റെ ആ സെൻട്രൽ പാർട്ട് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നതാണ് നാം ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിന് പിറക്കുവാനായി സ്ഥലമൊരുക്കുവാനായി നാം വെമ്പൽ കൊള്ളുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, എൻ്റെ ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനം ക്രിസ്തുവിൽ തന്നെയാണോ എന്നല്ലേ. ക്രിസ്തുവിന് വന്നു പിറക്കാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു കോണ് മാറ്റി വെച്ചാൽ മതിയോ? നമ്മുടെ ഹൃദയത്തിൻ്റെ സെൻട്രൽ പാർട്ട് തന്നെ വേണ്ടേ നമ്മൾ ഒഴിച്ചിടാൻ ക്രിസ്തുവിന് വന്ന് പിറക്കുവാനായി? ഈ ക്രിസ്മസ് നാളിൽ നമുക്കതിനു വേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം. ഹൃദയത്തിൻ്റെ സെൻട്രൽ പൊസിഷൻ ആർക്കെങ്കിലുമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൊസിഷൻ അങ്ങ് ഫ്രീ ആയി ഇട്ടുകൊടുത്തേക്കാം. ക്രിസ്തു അവിടെ വന്ന് പിറക്കട്ടെ, അവൻ അവിടെ ജീവിക്കട്ടെ. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൻ്റെ കേന്ദ്രഭാഗത്ത് ഇരിക്കുമ്പോൾ പിന്നെ നമ്മൾ എന്തിനെക്കുറിച്ച് ഭയപ്പെടണം? അവിടുന്ന് നമ്മുടെ കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ അല്ലേ. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ സെൻട്രൽ പൊസിഷൻ ക്രിസ്തുവിന് വേണ്ടി മാറ്റിയിടുവാൻ നമുക്ക് ഈ ദിനങ്ങളിൽ കഴിയട്ടെ. ഈ ക്രിസ്മസ് നാളുകളിലൂടെ ധ്യാനപൂർവ്വം കടന്നു പോയപ്പോൾ എന്നെ സ്വാധീനിച്ച ഒരു വചനഭാഗമാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ഈ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടക്കുന്ന ഈ വ്യക്തി ആരാണ്? ദൈവപുത്രനായ ക്രിസ്തുവല്ലേ. ഒരു ദൈവപുത്രൻ ഈ പുൽത്തൊട്ടിയിൽ വന്ന് പിറക്കാൻ മാത്രം ചെറുതാകാൻ തയ്യാറായത് എന്തുകൊണ്ടായിരിക്കും? നമ്മോടുള്ള സ്നേഹം കൊണ്ടല്ലാതെ മറ്റെന്താണ്? അവിടുന്ന് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ചെറുതാകാൻ തയ്യാറായതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ലോകത്തിലെ ഏറ്റവും ദയനീയമായ സാഹചര്യത്തിൽ വന്ന് പിറക്കുന്ന ഒരു വ്യക്തി പോലും ചിന്തിക്കരുത് ജീവിതത്തിൽ അവൻ ഒറ്റയ്ക്കാണെന്ന്. കാരണം അവനോട് പോലും താതാത്മ്യപ്പെടുവാനാണ് ക്രിസ്തു കാലിത്തൊഴുത്തിൽ കാലികൾക്കിടയിൽ അവരുടെ പുൽത്തൊട്ടിയിൽ വന്ന് പിറന്നത്. ഇനി നാം ആരും ചിന്തിക്കത്തില്ല നാം ഒറ്റയ്ക്കാണെന്ന്. കാരണം ഏറ്റവും നിസ്സാരമായി അവിടുന്ന് നമുക്ക് വേണ്ടി പുൽത്തൊട്ടിയിൽ വന്ന് പിറന്നു. പലപ്പോഴും പുൽക്കൂട്ടിലെ നിശബ്ദതയെക്കുറിച്ച് ധ്യാനിക്കാൻ നാം മറന്നു പോകാറുണ്ട്. ഈ പുൽക്കൂട്ടിലെ നിശബ്ദത നാം ഒന്ന് ധ്യാനിച്ചു കഴിയുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പരാതിപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. പലപ്പോഴും നമ്മളൊന്ന് വിട്ടുകൊടുക്കാനോ ഒന്ന് ക്ഷമിക്കാനോ ഒന്ന് നിശബ്ദത പാലിക്കാനോ തയ്യാറായാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതത്തിൽ. പലപ്പോഴും ഈ നിശബ്ദതയൊന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ വിട്ടുകൊടുക്കാൻ സാധിക്കാതെ പോകുന്നത്. ഈ ക്രിസ്മസ് നാളുകളിൽ നമുക്ക് പ്രത്യേകമായി ഈ 2 കാര്യങ്ങൾ ധ്യാന വിഷയമാക്കാം. നമ്മുടെ ജീവിതത്തിലേക്ക് ഇവയൊന്ന് സ്വന്തമാക്കാൻ ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതത്തിലെ കേന്ദ്രസ്ഥാനം, ഹൃദയത്തിൻ്റെ കേന്ദ്രസ്ഥാനം അത് ക്രിസ്തുവിനുമായി നമുക്ക് മാറ്റിയിടാം. മറ്റെന്തെങ്കിലുമൊക്കെ അവിടെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അവ ഫ്രീ ആക്കിയിട്ട് ക്രിസ്തുവിന് ആ കേന്ദ്രസ്ഥാനം, ആ സെൻട്രൽ പാർട്ട് വന്ന് പിറക്കുവാനായി അങ്ങ് ഒഴിച്ചിടാം. അവിടുന്ന് നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കട്ടെ. അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കട്ടെ.
മറ്റൊന്ന്, ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളിലും ഈ പുൽക്കൂട്ടിലെ നിശബ്ദതയൊന്ന് ധ്യാനിച്ച് ആ നിശബ്ദതയൊന്ന് സ്വന്തമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എല്ലാവർക്കും ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.